ഹായ് ഹലോ ഗുഡ് ഈവനിങ് കൂട്ടുകാരെ. ഇന്ന് ഞാൻ താഴെ ഇറങ്ങി വന്നിട്ട് കടയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇവിടെ ആകുമ്പോൾ നല്ല വെട്ടമുണ്ട്, എല്ലാം നല്ല രീതിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ ഇരുന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇന്നത്തെ ടിപ്സ് എന്താണെന്ന് പറഞ്ഞാൽ, അതായത് പാലുണ്ണി വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്സാണ്. അതായത് പാലുണ്ണി വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്കത് പിന്നെ വരാതിരിക്കാൻ നോക്കാമെന്നുള്ള ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, ഇരട്ടി മധുരം അതിൻ്റെ പൊടി എടുക്കുക. അതിലേക്ക് കുറച്ച് രക്തചന്ദനത്തിൻ്റെ കട്ട അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിക്കുക. അത് ഒരു കല്ലിൽ വെച്ച് ഉരച്ച് പൊടിച്ചെടുക്കുക. ഉരച്ചെടുക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. തടിയായിട്ടാണ് കിട്ടുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെ പൊടിച്ചെടുത്ത മിശ്രിതം എടുക്കുക. അതിലേക്ക് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത ശേഷം നാൽപ്പാമരാതി കേരം എന്ന് പറയുന്ന എണ്ണ, അതായത് അങ്ങാടിക്കടയിൽ കിട്ടാറുണ്ട്, അപ്പോൾ അതുകൂടെ വാങ്ങിച്ച് മിക്സ് ചെയ്യുക. എണ്ണ അലർജിയുള്ള ആൾക്കാർക്ക് അത് ഉപയോഗിക്കണമെന്നില്ല, എണ്ണയെങ്കിൽ ചേർക്കാതെ ഉപയോഗിക്കുക. ചില ആൾക്കാർക്ക് ഈ വെളിച്ചെണ്ണയല്ല, നാൽപ്പാമരാതി കേരം, ചില ആൾക്കാർക്ക് എണ്ണ അലർജി ആയിരിക്കാം. അപ്പം അങ്ങനെയുള്ളവർ അത് ഉപയോഗിക്കേണ്ട. അല്ലാത്തവർ അതിൽ കുഴച്ച ശേഷം കഴുത്തിൽ മുഖത്തും അപ്ലൈ ചെയ്യുക. കുറച്ച് ദിവസം ഇടുമ്പോഴത്തേക്ക് നല്ല നിറവും പാലുണ്ണി വരുന്നത് ഒരു പരിധി വരെ നമുക്ക് തടയാനും കഴിയും. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ ആ ടിപ്സ് ചെയ്തു നോക്കുക. ഇനിയൊരു ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ളൊരു ടിപ്സാണ്. അർശസ് എന്ന് പറയുന്നൊരു രോഗം വരുന്ന ആൾക്കാർക്ക് കഴിക്കാൻ പറ്റിയ ഒരു മരുന്നാണ് പറയാൻ പോകുന്നത്. അതായത് നമുക്ക് സാധാരണയായിട്ട് താറാമുട്ട ഉപ്പിൽ താഴ്ത്തി പുഴുങ്ങി കഴിക്കുന്ന ഒരു രീതിയുണ്ട്, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ നമ്മൾ വേപ്പെണ്ണയിൽ വറുത്ത് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ല റിസൾട്ടാണ്. നിങ്ങൾ ഉള്ള ആൾക്കാർ ഇത് ചെയ്തു നോക്കുക, വളരെ നല്ലൊരു റിസൾട്ടാണത്. ഇനി നടുവേദന വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു ടിപ്സും കൂടിയാണ് പറയാൻ പോകുന്നത്. അതായത് നടുവേദന വരുന്നവർക്ക് നടുവിന് എള്ളെണ്ണ പുരട്ടിയ ശേഷം ആവി പിടിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഈ എള്ളെണ്ണ പുരട്ടി ആവി പിടിച്ചതിന് ശേഷം മുളയിലയുടെ നീരെടുക്കുക. മുളയിലയുടെ നീരെടുത്ത ശേഷം അതിന് തുല്യമായിട്ട് തന്നെ അരിക്കാടിയും കൂടെ എടുത്ത് മിക്സ് ചെയ്ത ശേഷം ഇത് നട്ടെല്ലിൽ പുരട്ടുന്നത് വളരെ നല്ലതായിരിക്കും. നമുക്ക് ഒരുപാട് നടുവേദന ഒരുപാടുള്ള